ഇത്രയും ഡെഡിക്കേഷനുള്ളൊരു കുട്ടിയെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. എത്രയ്ക്ക് പക്ഷേ അത് എത്ര കണ്ട് പുള്ളിയുടെ ഒരു സ്വഭാവത്തിൻ്റെ വിശേഷത്തിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജനിക്കേണ്ട ഒരു വ്യക്തിയല്ല പുള്ളി ശരിക്കും. ഞാൻ പല പ്രാവശ്യം ചിന്തിക്കാറുണ്ട്. ഒരു 18-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും ഇന്നും ഒരു ചെരുപ്പോ ഒരു മൊബൈലോ പോലും ഇപ്പോഴും ചോദിച്ചാൽ ഇന്നും മൊബൈൽ പുള്ളിക്കില്ല. അപ്പം അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നുണ്ട് എല്ലാവരും കേൾക്കുമ്പം പറയാം മനോഹരമായിരിക്കുന്നു, നന്നായിട്ട് പഠിക്കുന്നു. നമ്മൾ തന്നെ പല വേദികളിലൊക്കെ ഇവിടുത്തെ സഭകളിലും മറ്റൊക്കെ പഠിച്ചു എല്ലാവരും നന്നായിട്ടൊക്കെ പറയും. പക്ഷേ പിന്നെ ഒരു വേദി കൊടുത്തിട്ടില്ല. ഇതിന് വലിയൊരു പൊളിറ്റിക്സ് ഉണ്ട്. നമുക്കറിയാം രാഷ്ട്രീയം കഴിഞ്ഞാൽ ഏറ്റവും അധികം കുതികാൽ വെട്ടും പാരവെപ്പും ഉള്ളൊരു ഫീൽഡ് കലാപരമാണ്. നമുക്കറിയാം, നന്നായിട്ടറിയാം. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു അപകടാവസ്ഥയിൽ കൂടിയാണ് ഗോപികൃഷ്ണൻ സഞ്ചരിക്കുന്നുള്ള കാര്യം എനിക്കറിയാം. അതിൻ്റെ വിഷമം ഗോപികൃഷ്ണൻ അമ്മയോട് നമ്മളെപ്പോഴും പങ്കുവെക്കാറുണ്ട്. നമ്മളെന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ഞാനെപ്പോഴും പറയുന്നത് വളരുന്ന ഒരു ശുഭപ്രതീക്ഷ പുലർത്തുക എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ എത്ര മൂടി വെച്ചാലും അത് പുറത്തു വരും, ആർക്കും തടയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനൊരു വിശ്വാസം പ്രകൃതിക്കുണ്ട്. അത് പ്രകൃതി അതിൻ്റെ ആ ഒരു പ്രോസസ്സിൽ അങ്ങ് പോവും. അതുകൊണ്ട് കൂടുതൽ വിഷമമൊന്നും വേണ്ട. എന്നോട് പല പ്രാവശ്യം പറയാറുണ്ട്, എല്ലാം നല്ലതിന് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ചിലപ്പം കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് അന്ന് പ്രസക്തി കാണത്തില്ല. കാലഘട്ടം കഴിയുമ്പോഴായിരിക്കും അവരുടെ പ്രസക്തിയും അവരുടെ മൂല്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ശരിക്കും അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അന്ന് കാവാല സാറിൻ്റെ കൂടെയും ശശികുമാർ സാറിൻ്റെ കൂടെയും നെടുമുടി വേണിച്ചോൻ്റെ കൂടെയും ഭാരത് ഗോപിച്ചൻ്റെ കൂടെയൊക്കെ സത്യത്തിൽ നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ. നമ്മൾ വളരെ നിസ്സാരമായിട്ട് എൻ്റെ ഒരു വീട്ടിൽ നമ്മുടെ അംഗം ചെല്ലുന്നു, ഒട്ടുമേ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്തിട്ടില്ല. അപ്പം അതൊരു അന്നത്തെ അവരുടെ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് സത്യത്തിൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവരാരായിരുന്നു, അല്ലെങ്കിൽ അവരുടെ കൂടെ ഒരു നിമിഷം ചെലവഴിക്കാൻ പറ്റിയത് മുജ്ജന്മ ഭാഗ്യം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാവാല സാറെന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റെ അമ്മയുടെ ഞങ്ങളുടെ കാവാലമാണല്ലോ, ഞാനും കാവാലംകാരനാണ്. അപ്പം കുടുംബപരമായിട്ടൊരു ബന്ധമുണ്ട്. അമ്മയുടെ അപ്പൂപ്പൻ പത്മനാഭപിള്ള എന്ന് പറയും. അപ്പം സാറ് വിളിക്കുന്ന പപ്പൻ മാമ എന്നാണ് വിളിക്കുന്നത്. പപ്പയുടെ അത്രയൊരു ബന്ധമുള്ളൊരു കുടുംബമായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും. അപ്പം അമ്മയോടൊക്കെ വളരെ സർദാർ കെ പണിക്കർ എഴുതിയ ലെറ്റർ സഹിതം അമ്മയുടെ കയ്യിലൊക്കെ ഇരിപ്പുണ്ട്. അത്രയ്ക്ക് ഒരു ഒരു ഫാമിലി പരമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ടായിരുന്നു. അതിലേക്ക് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടിയ ഒരു എന്താ പറയുന്നത്, ഒരു നിമിത്തം, ഒരു ഭാഗ്യം. പിന്നെ അതുപോലെ തന്നെ ബി ശശികുമാർ സാർ, അതും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു ഗുരുവാണ്. മ്യൂസിക് കോളേജിൽ 7 വർഷം പഠിച്ചുകൊണ്ടൊന്നുമല്ല നമ്മളാരും, ഒന്നും അല്ലെന്നുള്ള നല്ല വിശ്വാസമുണ്ട്. ആ ഒരു ഗുരുവിനെ കിട്ടിയത് തന്നെയാണ് എന്തെങ്കിലും നമുക്ക് പ്രവർത്തിക്കാനും ചിന്തിക്കാനും ഉള്ളൊരു അനുഭവം കിട്ടിയത്. പിന്നെ ഈ കുട്ടികളൊക്കെ അതെ ഇന്ന് നന്നായിട്ട് ശില്പയും സിന്ധുവും ശരിക്കും നന്നായിട്ട് പാടി. അതിൽ സത്യത്തിൽ എനിക്ക് ഗോപികൃഷ്ണനോടാണ് സന്തോഷം അറിയിക്കാനുള്ളത്. വളരെയധികം നന്നായിട്ട് അതിനുള്ള ട്രെയിൻ ചെയ്തു, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, വളരെ മനോഹരമായിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിക്കാനുള്ള എല്ലാ പ്രയത്നങ്ങളും വന്നു. പിന്നെ എടുത്തു പറയേണ്ടത്, ഞാൻ ഫസ്റ്റ് ടൈമിലാണ് മോൻ്റെ വയലൻ ബാല കേൾക്കുന്നത്. റിയലി സൂപ്പർ. മാഷേട്ടൻ പറഞ്ഞാൽ നന്നായി നമ്മളത് വീക്ഷിക്കുമായിരുന്നു. പലരെയും നമ്മൾ വായന കേട്ടിട്ടുണ്ടെങ്കിലും വളരെ വായിക്കുന്ന വളരെ ശുദ്ധം, വലിയ ബഹളമില്ല. എന്ത് ഗോപികൃഷ്ണൻ പാടുന്നു അതിനെ ഫോളോ ചെയ്യുന്നു. അപ്പോൾ അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലാണ് ശരിക്കും അല്ലേ ഈ വയലിനും വോക്കൽ എന്ന് പറഞ്ഞാൽ. അത് വളരെ ക്ലിയറായിട്ട് ചെയ്തു. അപ്പം തീർച്ചയായിട്ടും നല്ലൊരു ഭാവിയുണ്ട്. നാൾക്ക് നാൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ. പത്മനാഭൻ്റെ അനുഭവം എന്നും ഉണ്ടാവും. അപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ചൊന്നും പറയണ്ട. കോലക്ഷൻ ഞങ്ങൾ ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു ബന്ധമുള്ള കക്ഷികളാണ്. വളരെയധികം കഴിവ് തെളിയിച്ച് പ്രൂവ് ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അത് തുടരട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പം ഒരു ലളിതമായൊരു നമ്മുടെ ആസ്വാദകരായിരുന്നെങ്കിലും അവർ വളരെ ഗൗരവമായിട്ടാണ് ഞാൻ ഓരോരുത്തരെയും ഞാൻ വീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇരുന്ന എല്ലാ വ്യക്തികളും വളരെയധികം ഉള്ള സമയത്ത് നന്നായിട്ട് അത് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവർ അവതരിപ്പിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. നമ്മൾ ആസ്വദിക്കുക എന്ന് പറയുന്നത് അവതരണം മോശമായാൽ നമുക്കൊരിക്കലും ആസ്വദിക്കാൻ പറ്റത്തില്ല. അപ്പം ആ ക്രെഡിറ്റും തീർച്ചയായിട്ടും ഗോപികൃഷ്ണൻ സംഘത്തിന് തന്നെയാണ്. പിന്നെ ഈ അടുത്ത നാളിൽ തന്നെ നമ്മുടെ കൂടെ സഹകരിച്ച കുറച്ച് ഇപ്പം തന്നെ ഡോക്ടർ ഇവിടെ രമേശ് സാർ കിംസിലെ ഡോക്ടറാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിന് കുറച്ച് ക്ലാസ്സുകളേ ഉള്ളൂ, പക്ഷേ നല്ല സാധ്യമായ ടാലൻറ്റ് നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പോൾ ഇരിക്കുന്ന ഓരോ വ്യക്തികളും
രഘുജി, അതുപോലെ CB, സോമലതാജി, നമ്മുടെ അശ്വതി, പിന്നെ കുഞ്ഞുങ്ങളായ നമ്മുടെ ഹൃത്തിക്, ഗൂഷ്മൻ, നല്ല കുഞ്ഞുങ്ങൾ. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യമാണ് കൊച്ചുങ്ങളുമായിട്ടുള്ളൊരു ഇങ്ങനെയൊരു ഇതൊക്കെ വന്നിരിക്കും. നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളോട്ടുള്ള ബന്ധങ്ങൾ എപ്പോഴും കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ അതൊക്കെ തന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം. അപ്പോൾ നമുക്ക്, ഞാനിപ്പം രമേഷ് ജിയോടൊക്കെ പറയുമായിരുന്നു, നമ്മളെന്ത് പഠിക്കുന്നോ ഇതുപോലെ നമുക്കൊക്കെ പാടണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 10 വർഷം ഇനിയും കിടന്ന് കഠിനമായ പ്രയത്നം വേണം. അതെല്ലാം നമുക്ക് ആവശ്യമാണ്. നമ്മളെന്ത് പഠിക്കുന്നോ അത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്കിവിടെ അവതരിപ്പിക്കാം. അതിനുവേണ്ടിയുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ ഈ കാണുന്ന ഒന്നും നമ്മൾ ആരും ഞാൻ വാടകയ്ക്ക് എടുക്കുന്നില്ല. എൻ്റേതായിട്ടുള്ളൊരു ഈ സിസ്റ്റമായാലും ലൈറ്റായാലും. അപ്പം അതൊരു ഇനിയും കുറച്ചുകൂടെ നമുക്ക് ചെയ്യാൻ പറ്റണം. അതെല്ലാവരുടെ സഹകരണം വേണം. ഇപ്പോൾ ഒരു എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ സംഘടിപ്പിച്ചാണ്. എല്ലാവരുടെ സഹകരണം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നാക്കാം. അപ്പോൾ ഏറ്റവും പറയാനുള്ളത്, നിങ്ങൾക്കുള്ള അവസരങ്ങൾ മൈക്കിൽ നന്നായിട്ട് പാടുക. നമ്മളൊന്നും ഞാൻ വഴുതക്കാട് ചെയ്ത് അന്ന് കവിതാജി, അതുപോലെ നമ്മുടെ CB ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി ഏറ്റവും വേണ്ട കാര്യം ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് ഏറ്റവും ഇസഡ് ഞാൻ തന്നെ ചെയ്യണം. സത്യത്തിൽ എനിക്കെപ്പോഴും അതിനോടൊരു, അവിടെയാണ് എനിക്കെപ്പോഴും ഒരു വിഷമം വരുന്ന കാര്യം. നമ്മൾ തന്നെ പിള്ളേരെ പങ്കെടുപ്പിക്കണം, നമ്മൾ തന്നെ. അതായത് ശാസ്ത്രീയ സംഗീതത്തിൻ്റെ വലിയ ആഴങ്ങളിലോട്ട് അതിനും അതിൻ്റെ ഭംഗിയുണ്ട്. പക്ഷേ ഇവിടെ വളരെ ലളിതമായിട്ട് ആസ്വാദ്യകരമായിട്ട് എനിക്കൊക്കെ ഭയങ്കര സന്തോഷകരമായ ഒരു സമയം കിട്ടി എന്നുള്ളതാണ്. അതിൽ ഗോപികൃഷ്ണൻ, ആതിര, സിന്ധു, ഇവരുടെ രണ്ടുപേരുടെയും പേരെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അത് വളരെ സന്തോഷമായിരുന്നു. പിന്നെ അതിന് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്ന സജീവൻ സാറിന് നമസ്കാരം. ഇവരോടുള്ള സന്തോഷം അറിയിക്കുന്നു. ഗോപികൃഷ്ണനെക്കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്, ഗോപികൃഷ്ണൻ വളരെ സങ്കോചമായിട്ട് ഒതുങ്ങിയിരിക്കുന്ന ഒരാളാണ്. പക്ഷെ പാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സന്തോഷം കാണുമ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കും. പാടുമ്പോൾ എല്ലാ സങ്കോചങ്ങളും പോയി ഭയങ്കര സന്തോഷവാനായിട്ട് കാണും. അത്രത്തോളം എനിക്കതേ അറിയുള്ളൂ. പാട്ടിൻ്റെ ക്വാളിറ്റി ഒന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഒന്നുകൂടെ പറയുന്നു, സാറിനും നമസ്കാരം. എല്ലാവരോടും എൻ്റെ സന്തോഷം. താങ്ക് യു.